കാഞ്ഞിരമറ്റം സെൻറ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് ലഹരിക്കെതിരായി നിർമ്മിക്കുന്ന കൂട്ടുകാരൻ എന്ന ഷോർട്ട് ഫിലിമിലേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ ഷാബു PS, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ എറണാകുളം റൂറൽ ജില്ലാ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറാണ്. ലഹരിയുടെ ഉപയോഗം അതിൻ്റെ ഉന്നതങ്ങളിലെത്തിയിരിക്കുകയാണ്. ഇതുമൂലം സമൂഹത്തിനും വ്യക്തികൾക്കും ഉണ്ടാകുന്ന വലിയ നഷ്ടങ്ങളെക്കുറിച്ച് ഒരു അവബോധം ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ബോധവൽക്കരണം ഏറെ അത്യാവശ്യവുമാണ്. ഇതിൻ്റെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലയിലെ കാഞ്ഞിരമറ്റം സെൻറ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി SPC യൂണിറ്റും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പുമായി ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള കൂട്ടുകാരൻ എന്ന ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ലഹരി ഇന്ന് സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഈ വിപത്തിനെതിരെ പോരാടുവാൻ പൗരൻ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റും കേരള എക്സൈസ് തൃപ്പൂണിത്തുറ എക്സൈസ് റേഞ്ചും ചേർന്ന് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ സന്ദേശ ഷോർട്ട് ഫിലിം നിർമ്മിച്ചിരിക്കുന്നു. കൂട്ടുകാരനെ എക്സൈസ് വകുപ്പിന്റെ എല്ലാവിധ ആശംസകളും. അതെ, അവിടെ അങ്ങനെ നിൽക്കണ്ട, കാട് പിടിച്ച് കിടക്കുക. ഇഴജന്തുക്കളൊക്കെ ഉള്ളതാ. നോബി സാറേ. ആ മെൽവിൻ. നോബി സാറേ, ഇതെന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? അത് സാറേ, ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ഡൽഹിയിലേക്ക് പോയി. പിന്നീടുള്ള പഠനമെല്ലാം അവിടെയായിരുന്നു. ഇപ്പം എനിക്ക് ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ കിട്ടി. അതേതായാലും നന്നായി. നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരാൾ കൂടി രക്ഷപ്പെട്ടല്ലോ, സന്തോഷം. നമ്മുടെ സ്കൂളിൽ പഠിച്ച ആരാ സാറേ രക്ഷപ്പെടാതെ പോയിട്ടുള്ളത്? ഉണ്ട്, ഒരാളുണ്ട്. Sit down. ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടോ? അവൻ എന്നും വൈകിയുള്ളവന്നെ.
ഇപ്പം സമയം എന്താടോ? 10 മണി കഴിഞ്ഞ്. കൃത്യസമയം പറ. 10:15. ഇപ്പോഴാണ് ക്ലാസ്സിൽ വരണ്ടേ? ആണോ? തനിക്കൊക്കെ പഠിക്കാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല പണിക്കും പോകൂടെ? നാടിനും ഗുണമില്ല, വീടിനും ഗുണമില്ല. ഇനി ഇത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നാളെ വിളിക്കും. മനസ്സിലായോ? ആ, കയറിയിരുന്നോ. സാറേ, എന്താ ടീച്ചറെ? അതെ പിള്ളേരെ, SPCയിൽ ചേരാൻ താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ നോബിസാറിൻ്റെ അടുത്ത് പേര് കൊടുക്കണം കേട്ടോ. എടാ നമുക്ക് പേര് കൊടുക്കാം. എന്താ ഇതിനകത്തൊക്കെ ചേർന്നാൽ പിന്നെ ഒന്ന് ലൈൻ അടിക്കാൻ പോലും പറ്റില്ല. എടാ അമീർ, എന്നാൽ നീ വേണം. എൻ്റെ പൊന്നു കൂട്ടുകാരാ, നമ്മളില്ലേ. എടാ ജിൻസ, എടാ അമ്മ വഴക്ക് പറയൂടാ. ഡാ എന്തായിരുന്നു അവളെ പരിപാടി? എൻ്റെ അരുണേ, നിനക്ക് ചിന്തിക്കാനുള്ള ബോധമില്ലേ? നീ എന്തിനാണ് ഈ സാമാനമൊക്കെ തള്ളിക്കെട്ടി സ്വയം നശിക്കണേ? നിനക്ക് എൻ്റെ വീട്ടുകാരെ ഓർത്ത് നിർത്തിക്കൂടെ? എടാ ഞാൻ നിർത്തിയതാ, കുറെ നാളുകൂടി ഇന്നാ നോക്കണേ. എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല ഇങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചോ. എടാ ഞാൻ നിർത്തി, നീയാണ് ഇനി മേലെ ഞാൻ ഉപയോഗിക്കില്ല. നീ വാ നമുക്ക് പോവാം. എടാ നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ചെയ്യണ്ടേ? എല്ലാവരും അവരവരുടെ പാത്രത്തിൻ്റെ അടുത്ത് വെച്ച്. അരുണേ, അമീറേ, എടുക്കെടുക്ക്. മെൽവിൻ്റെ എന്തി? ഇനി ഇത് ആവർത്തിക്കരുത്. നാളെ പോലെ അവനവൻ്റെ പാത്രത്തിന് കഴിച്ചാൽ മതി. ഇതെന്നാ പറ്റിയേ? അവൻ കണ്ണുമുക്കണം വന്ന് കയറിയതാ. എൻ്റെ പൊന്നെ ചേട്ടാ, ഞാൻ മനപ്പുറം വന്ന് കയറിയതല്ല. എടാ നീ ഇവിടെ കിടന്ന് കുറയ്ക്കണ്ട, ഇത് സ്ഥലം വേറെയാ. നീ 100-110 വന്ന് കയറിയിട്ട് ആ കൊച്ചവട്ടി ഇടിച്ചും പോരാഞ്ഞിട്ട് നീ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വന്നേ? നീ ഒന്ന് പറഞ്ഞേ. എന്തിനാ അതിന് നാ ഇറങ്ങിപ്പോയോ? പറയടാ. ഇവരോട് നിൽക്കട്ടെ, പോലീസ് വന്നിട്ട് പോയാൽ മതി. ഇവരെയൊക്കെ പോലീസുകാർക്ക് കൊടുത്തൊരു കാര്യമില്ല. 2500 രൂപ പിഴ അടിച്ച് ഇവരൊക്കെ കാരണം വണ്ടി ഇടിച്ച കൊച്ചിൻ്റെ വീടുകാർക്ക് ഇവരെയൊക്കെ മാറ്റി നിർത്തി രണ്ടെണ്ണം കൊടുത്ത് ഇവരൊക്കെ നന്നായി കൊടുക്കും. ചേട്ടാ ഞാനെന്താ ചെയ്തേ? നീ മിണ്ടരുത്, പോലീസ് വരട്ടെ, പോലീസ് വന്നിട്ട് പോയാൽ മതി. നീ എന്നാടാ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? പോടാ. നീ ഞങ്ങളറിയാം SPC ചേർന്ന
അതിന് ചുമ്മാ ഒന്ന് വരാനൊന്നും പറ്റത്തില്ല. അതിന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീ എന്താ വിഷമിച്ചിരിക്കണേ? എടാ അരുണേ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട കൊച്ചില്ലടാ. ഏത് വെച്ച്? ആ ബൈക്ക് ഇടിച്ച് കൊച്ച്. അതിന് എടാ ഇന്നലെ പെങ്ങള് പറഞ്ഞു ആ കൊച്ച് ഐസിയുല, ആ കൊച്ച് മരിക്കുമെന്നാടാ തോന്നണം. അയ്യോ ആണാ? നമ്മൾ ആ കൊച്ചിനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിച്ചിരുന്നെങ്കിൽ ആ കൊച്ചിന് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. അത് സാരല്ലേ, നീ അത് വിടി. അളിയാ, നിനക്ക് SPC സെലക്ഷൻ കിട്ടിയിടാ. ക്ലാസ്സിൽ ഇപ്പൊ സാറൊന്ന് പറഞ്ഞേ ഉള്ളൂ. എടാ ഇന്നോട് നോബിസാറിനെ ചെന്ന് കാണാൻ പറഞ്ഞു. ആണോ? മെലു എന്തി പിള്ളേരെ? അതെന്താ ചോറ് കൊണ്ടുവന്നില്ലേ? അപ്പൊ അന്ന് ഞാൻ വഴക്ക് പറഞ്ഞതിന് ശേഷം മെലുവും ചോറ് കഴിച്ചിട്ടില്ലേ? ഇല്ല സാറേ. അമ്മേ, ആ അമ്മയുടെ തേങ്ങ രണ്ടി കളിക്കുവാല്ലേ? ഇതൊക്കെ ഒറ്റക്ക് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ ക്ഷീണിക്കണേ. രണ്ട് സന്തതികളുണ്ട്. ഒരു ഇല എടുത്ത് തിരിച്ചു വെക്കാൻ പറഞ്ഞാൽ ചെയ്യാത്തതുങ്ങളാ. വേറെ എങ്ങും കാണില്ല ഇതുപോലത്തെ രണ്ട് മുതുപ്പാൽ. അവളെക്കാളും വേണമല്ലേ അമ്മ? പിന്നെ നിന്നെ കഴിഞ്ഞും ഭേദാ പെണ്ണ്. അവൾ ആ മിറ്റെങ്കിലും ഒന്ന് അടിച്ചു വാരി ഇടും. ഓ പിന്നെ അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ, അവൻ കേട്ട് പഠിക്കട്ടെ. ഡേഡി, നീ കൂടുതൽ എളിയൊന്നും വേണ്ട. ഇതുപോലെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചാൽ വല്ല വൃദ്ധസന്ധി കൊണ്ട് തട്ടും, പറഞ്ഞേക്കാം. എന്റെ ദൈവമേ, അതിനൊക്കെ മുമ്പ് എന്നെ നീ അങ്ങ് വിളിച്ചേക്കണേ. അയ്യോ, അത് നടക്കിയല്ല അമ്മേ. അതെന്നാ നീ കാലിനും തടഞ്ഞു വെച്ചേക്കുവാ? അതല്ല അമ്മേ, ദുഷ്ടനെ ദൈവം പല പോലെ വളർത്തുന്നാണല്ലോ. പോടാ. അമ്മേ, ചാച്ചൻ എന്നാ വരാത്തെ? അല്ലേലും ശരിയാണല്ലോടി, ചാച്ചൻ എന്നാ വരാത്തെ? അമ്മേ, പിന്നെ ഉണ്ടല്ലോ എന്നെ സെലക്ട് ചെയ്തു. SPCയോ? അതെന്നാടാ, NCC ആണോ? ആ, അതേപോലെ ഒരു പോലീസിന്റെ സംഭവം. ഒരു ഫിസിക്കൽ ടെസ്റ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോലീസാ, സ്റ്റുഡന്റ് പോലീസ്. ഓ പിന്നെ പോലീസല്ല, പട്ടാളാ. ഒന്ന് പോചേക്കാം. അതാണ് സത്യമായിട്ടും. എന്റെ പൊന്നി ഏട്ടായി തള്ളി ഇങ്ങ് മറിക്കുവാ. നിന്നെ ഞാനിന്ന് എടാ എടാ വിടറാ. ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ്. ചാച്ചൻ വരട്ടെ. ചാച്ചൻ സമ്മതിക്കും, ഉറപ്പാ. ഹലോ. ഹലോ. എടി, എന്റെ കൂടെ പണിയെടുക്കുന്നിടത്തിന്റെ കൈ മെഷീന്റെ ഇടയിൽ പോയി. അപ്പൊ ഒരുപാട് കീറി. അപ്പൊ ഞാൻ അവന്റെ കൂടെ ആശുപത്രിയില്ല. അപ്പൊ ചാച്ചൻ ഇന്ന് വരികയല്ലേ? അതവന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാതെ ഇവിടുന്ന് പോരാൻ പറ്റില്ല. അവനെന്തി? അവൻ കുളിക്കുവാ. അവളുമാരോ? മെല്ലെ പഠിക്കുവാ. മെൽവി ഫോണിൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. പിന്നെ അവന്റെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചായിരുന്നു. അവൻ ഒരൊറ്റ ദിവസം പോലും ക്ലാസ്സിൽ സമയത്ത് കയറിയിരുന്നു. ഒരു ദിവസം പോലും ചോറും കൊണ്ടുപോയില്ലെന്ന്. ഏത് സാറാ? ഡിൻ സാറാണോ? അതെ അതെ, ഡിനു സാറാ വിളിച്ചേ. നിങ്ങളെന്താ അവന് ചോറ് കൊടുത്തു കൊടുത്തില്ലെന്ന് അവർ ചോദിക്കും. ചാച്ചൻ വെച്ചോ, ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. നീ അവനോട് ചോദിക്കും. ശരി ശരി, ആയിക്കോട്ടെ. മെൽവിനെ, എടാ മെൽവിനെ, എടാ മെൽവിനെ, ഞാൻ കുളിക്കുവാ. നിനക്ക് തന്നുവിടുന്ന ചോറ് നീ എവിടെയാണോ കൊണ്ട് കളയണേ? ഇവിടെ ഒരാൾ ഓടി നടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന. അവന് വല്ലതും അറിയണോ? ഞങ്ങളൊക്കെ പണ്ട് ഒരു നേരം ഇത്തിരി കഞ്ഞി കിട്ടാൻ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അവനൊക്കെ സൗകര്യം കൂടി പോയതിന്റെ. 9 മണി കഴിയുമ്പോ നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതല്ലേ? 10-11 മണി വരെ നീ എവിടെ ഇരിക്കുന്നത്? SPCക്കും ചേരണ്ട, സ്കൂളിലും പോകണ്ട. എന്റെ മോൻ വീട്ടിലിരുന്നു. കേട്ടോ പറഞ്ഞത്? എന്നാലും നീ ആ വല്യപ്പനെ എങ്ങനെ കണ്ടുപിടിച്ചടാ? അതും ആശുപത്രിയിൽ? അതല്ലേലും ശരിയാ. ഇല്ല, പനിയും പിടിച്ച് ആശുപത്രി പോകാൻ പറഞ്ഞാൽ കേൾക്കാത്തവനാ. ചാച്ചാ,
നമ്മളന്ന് ചാച്ചന് മര്യാദ ഒരു ദിവസം ആശുപത്രി പോയി. അപ്പൊ ചാച്ചൻ ഡോക്ടറെ കാണാൻ കയറിയപ്പോ ഞാൻ ചുമ്മാ കറങ്ങാൻ പോയതാ. അപ്പോഴവിടെ പുതിയ ബിൽഡിംഗ് വന്നതും നമ്മുടെ ആശുപത്രി ഇത്ര സെറ്റപ്പ് ആയതൊക്കെ കണ്ടത്. അപ്പോഴാ ആ അപ്പാപ്പൻ ജനലിനിടയിൽ കൂടി കൈ കാണിച്ചു വിളിക്കണേ ഞാൻ കണ്ടേ. ഞാൻ ആദ്യം ഓർത്ത് വേറെ ആരാണ്ടെയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല. പിന്നെ ഞാനങ്ങോട്ട് ചെന്നു. അടുത്ത് ചെന്നപ്പോൾ ആ അപ്പാപ്പൻ പറഞ്ഞു മോനെ വിശക്കണമെന്ന്. അതിന്റെ പിറ്റേ ദിവസം മുതൽ ഞാൻ ചോറ് കൊണ്ട് അപ്പാപ്പന് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് നീ എന്നെ ഞങ്ങളോട് ഇത് പറയാഞ്ഞേ? അതെങ്ങനെയാ? ഞാനെങ്ങാനും പറഞ്ഞ അമ്മ നേരം തുടങ്ങിയില്ലേ? എന്നത് നിനക്കൊക്കെ ചോറുണ്ടാക്കി തന്നതിന്റെ വിഷമം അറിയാല. അതാണ് ഇതാണ് എല്ലിനിടെ കയറിയിട്ടുള്ള വർത്താനല്ലേ? ആ അതൊക്കെ ചിലപ്പോ പറഞ്ഞെന്നിരിക്കും. ചാച്ചാ ഞാൻ SPC ചേർന്നോട്ടെ? ആ പഠിക്കുകയല്ല. എന്നാ ചെയ്യും? ആ ബാറ്റിക്ക് തന്നേടി. നീ പോടി. അതെ, സ്കൂൾ പരിസരത്ത് ഇവ കച്ചവടങ്ങൾ പാടില്ലെന്നുള്ള കാര്യം അറിയാവുന്നത്. ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ പാടില്ല. എവിടുന്നാ കൊണ്ടുവരുന്നത് നിങ്ങൾ? എവിടുന്നാ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്നത്? എവിടുന്നാ നിങ്ങൾ വിൽക്കാൻ കൊണ്ടുവരുന്നതെന്ന് സ്ഥലത്തിന് പേരില്ലേ? വേറെന്തെങ്കിലും ഉണ്ടോ? നോക്കട്ടെ, എവിടെ നോക്കട്ടെ. ഒന്നുമില്ല, ഒന്നുമില്ല. നെല്ലിക്കാട് മറവില് കുട്ടികളുടെ ഭാവി കളയാനുള്ള പരിപാടിയാണോ ഉദ്ദേശിക്കുന്നത്? സ്കൂൾ പരിസരത്ത് ഇതാണോ ചെയ്യുന്നത്? ശരിയാണോ ഇത്? പോരെ ഒട്ടേ വട്ടിയൊക്കെ എടുത്തോ, സ്റ്റേഷനിലേക്ക് പോയേക്കാം.
ആരാടാ മെൽവിൻ? ആരാടാ മെൽവിൻ? ആരാന്ന്? ഞാനാ. നീയാ? നിന്റെ വീട് എവിടെടാ? എന്റെ വീട്ടിൽ ആർക്കണ്ടാ? പറയടാ. നിന്റെ അണ്ണാക്കിനെന്താ പിരിവെട്ടിരിക്കണ? നിങ്ങളെന്താ ഇവന്റെ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നോ? ഡാ, ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഡാർക്കാണെന്ന് അറിയണ്ടേ? ഡാ, ഇവൻ എന്റെ അനിയനാ. നീ എന്തിനാ ഇവനെ പിടിച്ച് തല്ലിയത്? ഇവനെന്നെ ഇടിച്ചിട്ടാ ഞാനും അവനെ ഇടിച്ച്. അതുകൊണ്ട് നീ എന്റെ അനിയനെ ഇടിക്കുവോ? ഇപ്പൊ നിനക്ക് എന്റെ മുമ്പിൽ വെച്ച് ഇവനെ ഇടിക്കാവോ? പറ്റുമെങ്കിൽ നീ ഇരിക്കടാ. കണ്ട ഇരിക്കടാ, ഇടിച്ചോക്ക്. പോലീസ്. എന്ത് ഇവിടെ ക്ലാസ് കഴിഞ്ഞില്ലേ? എന്തേ പോകത്തെത്തി? എന്തേ ക്ലാസ് കഴിഞ്ഞിട്ട് പോകത്തെത്തി? എന്ത് നിൽക്കണേ? നിങ്ങൾ ഇവിടെ നിൽക്കും. ഞാനിപ്പം സാറിനെ വിളിച്ചോണ്ടോ കേട്ടോ. ഇവിടെ നിൽക്ക് കേട്ടോ. നീ എന്താ ഇവിടെ? സാർ ഞാൻ കിടന്നു. നിന്റെ കേസൊക്കെ തീർന്നോടാ? കേസൊന്നുമില്ല സാറേ, പണിക്ക് പോവാ. സാറേ ഇവരെന്നെ പിടിച്ചു വെച്ചോ സാറേ. പിടിച്ചു വെക്കാറായ ഇവിടെ. നീ എന്തിനാണ് പിള്ളേരെ പിടിച്ചു വെച്ചത്? സാറേ അത് എന്റെ അനിയനെ തല്ലിട്ടാണ് സാറേ. ഏതാ നിന്റെ അനിയൻ? എന്താ നിന്റെ പേര്? നിന്റെയോ? എന്റെ പേര് ബിസിൽ സാറേ. എന്താ മെൽവിനെ പ്രശ്നം? സാറേ ഇവന്മാരെ ആൻസർ വെക്കണ കാര്യം ഞാൻ നോബി സാറിനോട് പറഞ്ഞു. ഇവനാദ്യം ഒന്ന് മെക്കിട്ട് കയറിയ ഇപ്പൊ അതിന്റെ ബാക്കി എടുക്കാൻ വന്നു സാറേ. ഞാൻ ആൻസർ വെക്കണത് നിനക്കെന്താ? ഈ ഹാൻസ് വിറ്റ് ഇന്ന് നടന്നതും പോരാ, പിള്ളേരുടെ മെക്കിട്ട് കയറോ ചവിട്ടി എല്ലാവരും ഇവിടെ ആരൊക്കെ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും വിൽക്കുന്നുണ്ടെന്നും കൃത്യമായി എനിക്കറിയാം. നിന്നെയൊക്കെ പൊക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. ആ ലിസ്റ്റിൽ റംഷാദ് എന്ന് പറയുന്ന നീയും ഉണ്ട്. നിനക്ക് എത്ര വയസ്സാണോ? 19. ജയിലിൽ കിടക്കാനുള്ള പ്രായമായില്ലടാ. എന്നാ വാ പോയേക്കാം. വാ നിങ്ങളും പോരെ. സാറേ എന്റെ വണ്ടി അവിടെ ഇട്ട് സാർ. വണ്ടി കയറി. അത് ഇതേപോലെ നേരെ അങ്ങ് പോയിട്ട് തിരിച്ചു വന്നതായി. എടാ അച്ഛനും അമ്മയൊക്കെ പണിക്കോടാ. നിങ്ങൾ എവിടെ പോയാ? നീയേ ഞങ്ങളുടെ വീട്ടിലെല്ലാം വന്നിട്ടുണ്ട്, മൂക്കോട്ടെ തിന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരാഗ്രഹം നിന്നെ ഒന്ന് മുടിപ്പിക്കണമെന്ന്. അല്ലടാ? അതെ അതെ, അത് മാത്രല്ല എന്റെ വീട്ടിലോട്ട് എത്ര തവണ ഞങ്ങൾ പറഞ്ഞു കൊണ്ടുപോയി, നീ ഇതുവരെ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ലല്ലോ. എടാ അത് വീട്ടിലിപ്പോ ആരെങ്കിലും ഉള്ളപ്പോ വിളിക്കാൻ തരികടാ. ശരി. ഇതാരുണേ ഈ അവസ്ഥയിൽ ജീവിച്ചിട്ടും നീ എന്താണ് ആൻസോപ്പ് നിർത്താത്തെ? നീ അത് വിടി, ഞാനൊക്കെ നിർത്തി. നീയല്ലേ? അതേടാ അമ്മയുടെ സത്യമായിട്ട്. എന്റെ അരുണേ, നിന്നെ ഞാൻ വർഷങ്ങൾ കുറേ കാണാൻ തുടങ്ങിയിട്ട്. നീ കഴിഞ്ഞ ദിവസം കൂടി ആ സാമാനം വായി തിരികേറ്റണ ഞാൻ കണ്ടതാ. അത് നിനക്ക് തോന്നിയതായിരിക്കും.
ആരെങ്കിലും ആരോഗ്യം നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ? കുറെ നാളായി തുടങ്ങിയിട്ട്. ഇല്ലടാ, ആരും ഏൽപ്പിച്ചിട്ടില്ല. സ്വന്തം കൂട്ടുകാരൻ നശിക്കുന്നുണ്ടപ്പോൾ സങ്കടം കൊണ്ട് ചെയ്തു പോയതാ. ഇനി ആവർത്തിക്കില്ല. എടാ എന്നെ നിനക്കറിയോ മെൽവിൻ? അവൻ ഒറ്റ ഒരുത്തൻ കാരണം നീ ഇപ്പൊ ചോർച്ചയില്ലാത്ത നല്ലൊരു വീട്ടിൽ കിടക്കണേ. എടാ അവൻ എന്തൊക്കെ ചെയ്തെന്നുണ്ടോ നിനക്ക്? അതേടാ, ചില പട്ടികൾക്ക് എന്ത് ചെയ്തു കൊടുത്താലും നന്ദി ഉണ്ടാവില്ല. ഇത്ര നാൾ നീ സാമാനം വെക്കണമെങ്കിൽ ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. പക്ഷെ നീ അവനോട് ചെയ്ത് ശരിയായില്ല. മനസ്സിലായില്ലല്ലോ. ചേട്ടാ ഇതല്ലേ അരുണിന്റെ വീട്? കണ്ണന്റെ കൂട്ടുകാരാണോ? അതെ അച്ഛാ, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. ബാ മക്കളെ, കേറിയിരിക്കാം. മക്കളുടെ വീട് എവിടെയാ? അരയങ്കാല അച്ഛാ. അമ്മ എപ്പോഴും പറയാറുണ്ട് അരയങ്കാല കൂട്ടുകാരെ കുറിച്ച്. കൊച്ചിനെ ഞാൻ കണ്ടിട്ടുണ്ട്, മോനെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണന്റെ അവസ്ഥയൊക്കെ മക്കൾ അറിഞ്ഞു കാണൂല്ലോ. രണ്ട് അറ്റാക്ക് വന്നതാ. 3 വർഷമായി പണിക്ക് പോയിട്ട് ഞാൻ. ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷയായിരുന്നു കണ്ണൻ. 1.5 വർഷം മുമ്പ് അവന്റെ വായിൽ ക്യാൻസർ വന്നു. പല ആസ്പത്രികളിലും പോയി, പല ചികിത്സകളും നടത്തി. ഒരു കുറവും ഉണ്ടായില്ല. ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അവന്റെ സ്കൂളിൽ നിന്ന് പണിത് തന്ന വീടാണിത്. ഇത് ഇന്നോ നാളെയോ ബാങ്കുകാർ കൊണ്ടുപോകും. അങ്ങനെ ഒരു അവസ്ഥ വന്ന
എൻ്റെ കൂട്ടുകാരൻ്റെ വാക്കുകൾ ഞാൻ അവഗണിച്ചപ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷവും എൻ്റെ ജീവിതവുമായിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളിലും കാണും ഇതുപോലൊരു കൂട്ടുകാരൻ. അറിയാതെ പോകരുത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞു മക്കൾ വരെ ലഹരിയിൽ അടിമപ്പെടുന്നു. ലഹരി വിമുക്ത കേരളത്തിനു വേണ്ടി നമുക്കും പോരാടാം.